Hello friends, welcome to the channel. അപ്പോൾ നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ iQന്റെ പുതിയ ഫോൺ ആയിട്ടുള്ള നമ്മുടെ iQOO Neo 7 ആണ്. നിങ്ങൾക്ക് അറിയായിരിക്കും ഒരു ഗെയിമിംഗ് ഫോണാണ്, ഒരു പെർഫോമൻസ് ഓറിയന്റഡ് ഫോണാണ്. അപ്പോൾ നിങ്ങൾ ഒരു പ്രത്യേകിച്ച് നല്ല ഹൈ പെർഫോമൻസ് ഒരു ഫോണൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് 30,000 താഴെ നോക്കുന്നുണ്ടെങ്കിൽ വൺ ഓഫ് ദി ബെസ്റ്റ് ഫോൺ തന്നെ പറയാൻ പറ്റുന്നത്. എന്താ വെച്ചാൽ അതിൽ നമുക്ക് മീഡിയടെക്കിന്റെ പുതിയ പ്രൊസസർ ആയിട്ടുള്ള 8020 ഒക്കെ വന്നേക്കുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ നിങ്ങൾ ആൻറ്റി2 സ്കോറും കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ എന്താ പറയുക 888 നമ്മുടെ സ്നാപ്ഡ്രാഗൺ 888 ഓൾമോസ്റ്റ് സിമിലർ തന്നെ വന്നേക്കുന്നത്. 8.5 lakh ഒക്കെയാണ് ഓൾമോസ്റ്റ് രണ്ടിൻ്റെ സ്കോർ സിമിലർ ആയിട്ട് വന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിന് നമുക്ക് പ്രൈസിങ് വരുന്നത് 28,000 ആണ്. നമുക്ക് ആമസോണിൽ നമുക്ക് 1,000 ഒരു ICC ബാങ്കിന്റെ കാർഡൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് 8GB 128GB മോഡലാണ് വന്നിരിക്കുന്നത്. നമ്മുടെ കളറ് ബ്ലൂ കളറാണ്. 2 കളേഴ്സ് അവൈലബിൾ ആണ്. SAR വാല്യൂ 1.22 ആണ്. അപ്പോൾ അണ്ടർ തന്നെയാണ്, എന്താ പറയുക ലിമിറ്റിൽ തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ അൺബോക്സിങ്ങും ഇനീഷ്യൽ സെറ്റപ്പും ഗെയിമിംഗ് പെർഫോമൻസും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കാൻ പോകുന്നത്. നിങ്ങളൊരു ക്യാമറ ഫോണാണ് നോക്കുന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ഇത് റെക്കമെൻഡ് ചെയ്യില്ല. എന്താ വെച്ചാൽ അവർ ഇറക്കിക്കുന്നത് തന്നെ എന്താ പറയുക ഒരു ഗെയിമിംഗ് സെൻട്രിക് ഫോണായിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് അവർ വൈഡ് ആംഗിൾ ലെൻസൊക്കെ കട്ട് ഓഫ് അവിടെയാണ് അവർ എന്താ പറയുക ഒരു അഡ്ജസ്റ്റ്മെന്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അത് ഈ വില കുറയ്ക്കാനുള്ള അഡ്ജസ്റ്റ്മെന്റ് കാര്യങ്ങളൊക്കെ ചെയ്തേക്കുന്നത് നമ്മുടെ ക്യാമറ ഡിപ്പാർട്ട്മെന്റിലാണ്. പക്ഷെ അത് പറഞ്ഞിട്ട് ക്യാമറ ഭയങ്കര മോശമാണെന്ന് ഞാൻ പറയില്ല കേട്ടോ. ക്യാമറ അത്യാവശ്യം നല്ലതൊക്കെയാണ്. നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ മെയിൻ ക്യാമറ 64 MP ക്യാമറയാണ്. അത് കുഴപ്പമില്ല, നമുക്ക് OS സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബാക്കി രണ്ടെണ്ണം മാക്രോ സംഭവമൊക്കെ വെറുതെ 2 MP ഒരു ഡമ്മി പോലത്തെ സംഭവമാണ്. എല്ലാം കൊണ്ടും ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു സംഭവം തന്നെയാണ് കേട്ടോ. നിങ്ങൾക്ക് അതിന്റെ റിവ്യൂ കാര്യങ്ങളൊക്കെ നോക്കിയാൽ തന്നെ അറിയേണ്ടായിരിക്കും. പെർഫോമൻസിന്റെ കാര്യത്തിൽ വൺ ഓഫ് ദി ബെസ്റ്റ് തന്നെ വേണമെങ്കിൽ പറയാം. നമുക്ക് ഇതിന്റെ അൺബോക്സിംഗ് സംഭവത്തിലേക്ക് പോകും. അതിന് മുമ്പ് ചാനൽ പുതിയ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ആക്കാൻ മറക്കണ്ട. ഇൻസ്റ്റാഗ്രാമിൽ ഫേസ്ബുക്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ രണ്ടാമത്തെ ചാനൽ കാണാത്തൊരു പോയി കണ്ടു വെക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം. പിന്നെ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്താൽ മതി. നമ്മളെല്ലാ കമന്റ് റിപ്ലൈ കൊടുക്കുന്നതാണ്. നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയിക്കേണ്ട കാര്യം കോൺടാക്ട് ചെയ്യാം. ആ പേജ് ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് മെസ്സേജ് ഓപ്ഷൻ കിട്ടും. അപ്പോൾ പേജ് ഫോളോ ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ iQOOന്റെ ബോക്സ് വന്നേക്കുന്നത്. അപ്പോൾ ഫ്രഷ് പാക്കാണ് കേട്ടോ. നമ്മളിത് കട്ടിങ് കാലം ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് കൂടെ കാണുന്നതായിരിക്കും സീൽഡ് പാക്കേജ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കറക്റ്റായിട്ട് കാണുന്നതായിരിക്കും. നമ്മൾ പൊട്ടിക്കാൻ പോകുന്നുള്ളൂ. അപ്പോൾ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്താൽ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും കൂടെ കാണാനുണ്ട്. അപ്പോൾ നമുക്കൊരു 1000 രൂപയുടെ ഇൻസ്റ്റൻറ്റ് ഡിസ്കൗണ്ട് നമുക്ക് ICC കാർഡുള്ളവർക്ക് കിട്ടും. അപ്പോൾ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്യാൻ മറക്കണ്ട. ഇത് ബ്ലൂ കളറാണ്. 8GB 128GB ഫ്രോസ്റ്റ് ബ്ലൂ എന്ന് പറഞ്ഞ കളറാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് കട്ട് ചെയ്യാൻ നോക്കാം. നമ്മുടെ നോർമൽ നമ്മുടെ എന്താ പറയുക iQOOന്റെ സെയിം സ്റ്റൈലിംഗ് ബോക്സ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ പ്ലാസ്റ്റിക് റാപ്പിംഗ് ഒന്ന് കളയട്ടെ. പ്ലാസ്റ്റിക് റാപ്പിംഗ് നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെയാണ് നമുക്ക് ബാക്ക് പാക്കിംഗ് വരുന്നത്. ഒരു ബ്ലാക്ക് ടെക്സ്റ്റേർഡ് ആയിട്ടുള്ളൊരു ബോക്സ് ക്വാളിറ്റി, നല്ല ക്വാളിറ്റിയാണ് കേട്ടോ. ബോക്സ് ക്വാളിറ്റി എനിക്ക് ഇഷ്ടപ്പെട്ടു. സാംസങ്ങിനെക്കാട്ടൊക്കെ ഭയങ്കര നല്ല ബോക്സ് ക്വാളിറ്റിയാണ് സത്യം പറഞ്ഞാൽ. അപ്പോൾ നമുക്കിത് ഓപ്പൺ ചെയ്യാം. നല്ല ടൈറ്റാണല്ലോ. ഒരു സീലുണ്ടായിരിക്കും. നമുക്കിവിടെ സീലുണ്ട്. അപ്പോൾ നമുക്ക് ഈ സീലൊന്ന് കട്ട് ചെയ്യാം. ഇതിലുണ്ടോ? ഇവിടെയുണ്ട് സീല്. അപ്പോൾ ഇവിടെ നമുക്കൊന്ന് കട്ട് ചെയ്യാം. നമുക്ക് 2 സീൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്തു. ഇതിൻ്റെ ബോക്സ് ക്വാളിറ്റി എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. എനിക്ക് നല്ല ക്വാളിറ്റി തോന്നുന്നുണ്ട് ബോക്സ്. നമുക്കെന്തായാലും ഇനി നമുക്ക് കത്തരേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ ഫോൺ തന്നെ മുകളിലിരിക്കുന്നുണ്ട്. അത് കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ അതെടുത്തുനിന്ന് വെച്ചു. ഇത് നമ്മുടെ ബ്ലൂ കളർ. അത് എൻ്റെ ഏകദേശം എൻ്റെ കയ്യിൽ നമ്മുടെ ഒരു OnePlusൻ്റെ ഫോണിൻ്റെ അതേ കളറാണ് കേട്ടോ. സെയിം കളറാണ് കൊണ്ട് ഓൾമോസ്റ്റ് സെയിം കളർ. അതൊന്ന് ഞാൻ ഇത് ഇട്ടിട്ടുണ്ട്. ഇത് പ്ലാസ്റ്റിക് ബാക്കാണ് വരുന്നത് കേട്ടോ. അങ്ങനെ ഇതും കുഴപ്പം മാത്രമേ ഉള്ളൂ. വേറെ ഇത് ഓൾമോസ്റ്റ് ഒരു പെർഫോമൻസ് എൻട്രി ഫോൺ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പിന്നെ നമുക്കിതിലൊരു വൈഡ് ആംഗിൾ ക്യാമറ ഒക്കെ മിസ്സിംഗ് ആയിട്ട് വരുന്നുണ്ട്. 64 MP മെയിൻ ക്യാമറയാണ് വലിയ ഇൻബിൽഡായിട്ട് വരുന്നത്. അപ്പോൾ നമുക്കൊരു ഡീറ്റെയിൽസ് പോകാം. അതിൻ്റെ IME സ്റ്റിക്കർ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കൊരു കേസ് അത് കുഴപ്പമില്ലാത്തൊരു കേസ്, പക്ഷേ ഒരു നല്ലൊരു കേസ് എക്സ്ട്രാ വാങ്ങിച്ചിട്ടായിരിക്കും നല്ലത് കേട്ടോ. ഇതെന്തായാലും ഒരു 3 ദിവസം കഴിയുമ്പോൾ മഞ്ഞ കളറാവും. എന്തായാലും കേസ് ഇൻക്ലൂഡഡ് ആണ്. അതന്നെ ഭാഗ്യം. നമുക്ക് iQOOന്റെ ഒരു എന്താ പറയുക ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻ ആൻഡ് വാറൻറ്റി കാർഡ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കിക്ക് സ്റ്റാർട്ട് ഗൈഡ് തന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് അവരുടെ ഒരു കേബിൾ OTG തന്നിട്ടുണ്ട് കേട്ടോ. 3.55 mm ടു നമ്മുടെ OTG കേബിൾ ഇൻബിൽഡ് കംപ്ലീറ്റ് തന്നിട്ടുണ്ട്. അതും കൊള്ളാം. പിന്നെ നമുക്ക് നോർമൽ നമ്മുടെ ഫോണിൽ ആവശ്യമായിട്ടുള്ള നമ്മുടെ പിന്ന് തന്നിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. പിന്നെ നമ്മുടെ ബോക്സിലുള്ളത് നമ്മുടെ 120 വാട്ടിൻ്റെ ചാർജർ. എന്ത് വെയിറ്റ് സാധനം, നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. ഇത് Type-C to Type-C ആണ്. നമ്മുടെ ഇത് ക്വാളിറ്റി കൊള്ളാം. അത് വിവോയുടെ ചാർജർ ആയിരിക്കും. കണ്ടില്ലേ, വിവോയുടെ ഫ്ലാഷ് ചാർജിങ് ആണ്. 120 വാട്ടിൻ്റെ. ഇതിൻ്റെ മുകളിൽ ഒരു റാപ്പിംഗ് ഉണ്ട് കേട്ടോ. കണ്ടോ, അത് കളയാണ്ട് ഉപയോഗിക്കും നല്ലത്. കോറിലൊന്നും വരില്ല. നമുക്ക് തൽക്കാലം ഇവിടെ വെക്കാം. ബാക്കിയൊക്കെ നമുക്ക് ഇവിടെ തന്നെ വെക്കാം. ചാർജിങ് എന്തായാലും ഇനിഷ്യൽ ചാർജിങ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്കിതൊന്ന്
ഇനി നമുക്ക് ഫോണിലേക്ക് പോകാം. അപ്പോൾ ഫോണിൻ്റെ റാപ്പിങ് കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കളയാം. ഓക്കെ, ഇവിടെയാണ് അപ്പോൾ ഇതിൻ്റെ ഇത് ശരിക്കും ഇങ്ങനെ എടുക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഫോൺ. അത് ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ, അത് കൊള്ളാം. നമ്മളിത് പിടിക്കുമ്പോൾ തന്നെ ശരിക്കും ഭയങ്കര ലൈറ്റ് വെയിറ്റ് തോന്നുന്നുണ്ട്. നമ്മുടെ അത് പ്ലാസ്റ്റിക് ഫ്രെയിമാണ്, പ്ലാസ്റ്റിക് ബാക്കും ആണ്. അപ്പോൾ അതിൻ്റെ ഓവറോൾ വ്യൂ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് താഴെ എന്താ പറയുക ടൈപ്പ് സി പോർട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ സിം കാർഡ് അവിടെ തന്നെ വന്നിരിക്കുന്നത്. അത് നമുക്ക് SD കാർഡ് അപ്ഗ്രേഡ് സപ്പോർട്ടൊന്നും ഇല്ല കേട്ടോ. 2 നാനോ സിമ്മാണ് വന്നിരിക്കുന്നത്. സ്പീക്കർ അവിടെ ഇത് ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കർ വരുന്നുണ്ട്. മുകളിൽ നമുക്ക് ഇൻഫ്രാറെഡിൻ്റെ സെൻസർ കാണാം. നിങ്ങൾക്ക് മുകളിൽ ഈ സൈഡിലായിട്ട് നമുക്ക് പവറും അതുപോലെ തന്നെ വോളിയം ബട്ടൺ ഉണ്ട്. ബാക്ക് സൈഡിലായിട്ട് നമ്മുടെ മെയിൻ ക്യാമറ, പിന്നെ 2 മാക്രോവും അതുപോലെ തന്നെ 2 2 മെഗാപിക്സലിൻ്റെ സംഭവമാണ്. അത് വേസ്റ്റ് സംഭവമാണ്. നമുക്ക് മെയിൻ നമ്മുടെ സെൻസറിൽ OS സപ്പോർട്ട് ഉണ്ട് കേട്ടോ. പിന്നെ നമുക്കിവിടെ ഫ്ലാഷ് കാണാം. ഇതിൻ്റെ ലേഔട്ട് കൊള്ളാം. പക്ഷേ IQQ എന്ന് പറയുന്നത് കുറച്ചുകൂടി ബ്ലാക്ക് ഒക്കെ ആയിരുന്നു, എന്ന് വെച്ചാൽ കാണാനില്ല. ഇതേ പ്രോബ്ലം തന്നെ നമ്മുടെ OnePlusനുള്ളത്. ഈ കളറിനൊന്നും നമ്മുടെ ബ്രാൻഡ് നെയിം എഴുതിക്കുന്നത് കാണില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ഫസ്റ്റ് ഇനീഷ്യൽ ബൂട്ടിങ് ചെയ്യാം. കയ്യിൽ പിടിക്കാൻ കൊള്ളാട്ടോ. നമുക്ക് ഇതുമാത്രം ഓൾറെഡി ഒരു എന്താ പറയുക കമ്പനി തന്നെ ഒരു ചെറിയൊരു സ്ക്രീൻ പ്രൊട്ടക്ഷൻ തന്നിട്ടുണ്ട്, ഒരു സ്ക്രീൻ ഗാർഡ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ നമ്മുടെ മൊബൈൽ ഓൺ ആയിട്ടുണ്ട്. IQQൻ്റെ ബ്രാൻഡിങ് വന്നു, 5G ബ്രാൻഡിങ് വന്നു, പവർഡ് ബൈ ആൻഡ്രോയിഡ് വന്നു. അപ്പോൾ ഇത് AMOLED സ്ക്രീനാണ് വരുന്നത് കേട്ടോ. അപ്പോൾ നല്ല ക്വാളിറ്റി AMOLED സ്ക്രീനാണെന്ന് തോന്നുന്നത്. എന്താ വെച്ചാൽ നമ്മുടെ IQQ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും ഇത് പെർഫോമൻസ് ഓറിയൻറ്റഡ് ഫോണാണ്. എന്താ വെച്ചാൽ നമുക്കിതിൽ Dimensity 820 വരുന്നത്, അപ്പോൾ 8020 വരുന്നത്. നല്ല ഹൈ ക്വാളിറ്റി, നല്ല ഹൈ പെർഫോമൻസ് വരുന്ന ഒരു ഓൾമോസ്റ്റ് നമ്മുടെ AnTuTu സ്കോറൊക്കെ നോക്കിക്കഴിഞ്ഞാൽ 8 lakhsൻ്റെ ആ റേഞ്ചൊക്കെ വരും. നമ്മുടെ ഓൾമോസ്റ്റ് നമ്മുടെ 888ൻ്റെ അത് തന്നെ 888നും ആ റേഞ്ചൊക്കെ തന്നെ 8 lakh 8.5 lakh ഒക്കെയാണ് സെയിം തന്നെയാണ് ഓൾമോസ്റ്റ് ഇതിനും വരിക. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് അടിക്കാം. ഇന്ത്യ വന്നിട്ടുണ്ട്. ഇതിൽ നമുക്ക് കുറച്ച് ബ്ലോട്ട്വേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും, അത് നമുക്ക് നോക്കാം കേട്ടോ. എൻഡ് യൂസർ ലൈസൻസ് എഗ്രിമെൻറ്റ്, നമുക്ക് പ്രൈവസി ടേംസ് അതിലായിരിക്കും മിക്കതും ചിലപ്പോൾ ഉണ്ടാവുക. ഇല്ല, വേറെ ഓപ്ഷൻസ് ഒന്നും നമുക്ക് കാണാനില്ല. നല്ല സ്മൂത്താണ് കേട്ടോ. ഈ വാറണ്ടി കാർഡ് അത് നമുക്ക് കൊടുക്കണം. സെൻഡ് യൂസേജ് ചെയ്യേണ്ട അത് നമുക്ക് ആവശ്യമില്ല. പ്രൈവസി ടേംസ് ഓക്കെ. ഇനി നമുക്ക് അത് വൈഫൈയിലേക്ക് കണക്ട് ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ വൈഫൈയിലേക്ക് കണക്ട് ചെയ്തിട്ടൊന്ന് തിരിച്ചു വരാം കേട്ടോ. അപ്പോൾ നമ്മളത് വൈഫൈയിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗെറ്റിംഗ് യുവർ ഫോൺ റെഡി എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ട് കുറച്ച് നേരമായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് നമ്മുടെ ഫോൺ നമ്മുടെ അപ്ഡേറ്റ്സും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിന് നമുക്ക് 2 year ആൻഡ്രോയിഡ് അപ്ഡേറ്റും അതുപോലെ തന്നെ 3 year സെക്യൂരിറ്റി അപ്ഡേറ്റും നമ്മുടെ കമ്പനി പ്രോമിസ് ചെയ്ത ഒരു മൊബൈൽ ഡിവൈസാണ്. നമുക്ക് ഓൾമോസ്റ്റ് നമ്മുടെ Neo 7 ഉണ്ടല്ലോ കഴിഞ്ഞ പോലെ ഇറങ്ങിയത്, അതേ ഓൾമോസ്റ്റ് സെയിം സംഭവം തന്നെയാണ്. നമുക്ക് പ്രൊസസ്സറും അതുപോലെ തന്നെ ചെറിയ ഡിഫറൻസും കാര്യങ്ങളൊക്കെ ഉള്ളൂ. നമുക്ക് പിന്നെ 8GB ഗ്രാഫിക്സ് റാം, 8GB റാമൊക്കെ അത്യാവശ്യം നല്ലതാണ്. എന്താ വെച്ചാൽ നമുക്ക് ഇപ്പോഴത്തെ അറിയാം, നമ്മുടെ ഇപ്പോഴത്തെ ആൻഡ്രോയിഡിൻ്റെ ആപ്സും കാര്യങ്ങളൊക്കെ കുറച്ച് ഹെവിയാണ്. അപ്പോൾ റാം എന്തായാലും ഇപ്പോൾ മിനിമം 8GB തന്നെ വേണം. അപ്പോൾ നമുക്ക് കോപ്പി ആപ്പ് ആൻഡ് ഡാറ്റ ഓപ്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോട്ട് കോപ്പി കൊടുക്കാം. ഇതിൽ നമുക്ക് ചെക്കിങ് പിന്നെ അഗൈൻ ചെക്കിങ് ഇൻഫർമേഷൻ വന്നിട്ടുണ്ട്. സ്ക്രീൻ ക്വാളിറ്റി കൊള്ളട്ടെ. നമുക്കിതിൽ പക്ഷേ ചാർജ് ഇല്ല. അപ്പോൾ നമുക്ക് എന്തായാലും ചാർജിന് കുത്തേണ്ട വരും കുറച്ച് നേരം. പിന്നെ സൂപ്പർ ഫാസ്റ്റ് ചാർജിങ് ആയതുകൊണ്ട് എനിക്ക് തോന്നുന്നു അരമണിക്കൂറിനുള്ളിൽ തന്നെ സംഭവം കഴിയാനുള്ള ഫുൾ ചാർജ് ആവും. സ്കിപ്പ് കൊടുക്കാം, നമുക്ക് ഇപ്പോൾ തൽക്കാലം കയറണ്ട. അപ്പോൾ ഞാൻ ഗൂഗിൾ സർവീസും കാര്യങ്ങളൊക്കെ ഞാൻ ഓക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. എഫക്റ്റ് കൊടുത്തു. അപ്പോൾ നമുക്ക് ഫിംഗർ പ്രിൻ്റ് സംഭവമൊന്നും വേണ്ട. അപ്പോൾ ഞാൻ സ്കിപ്പ് ചെയ്യാണ്. റിവ്യൂ അഡീഷണൽ ആപ്സ്. അപ്പോൾ ആപ്സ് ഇതിൽ നമുക്ക് കുറേ ബ്ലോട്ട്വെയർ വിവോൻ്റെ കുറേ സാധനം വന്നിട്ടുണ്ട്. ക്യാൻഡി സ്ട്രൈക്ക് ഇതൊന്നും ആവശ്യമില്ല. കോഡായൊക്കെ 811 വന്നിട്ടുണ്ട്. പിന്നെ ബാക്കിയെല്ലാം നമുക്ക് ഗൂഗിൾ ഡ്രൈവിൻ്റെ ഗൂഗിൾ സംഭവം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഗെറ്റിംഗ് യുവർ ഫോൺ റെഡി എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ആപ്പ് ഇൻസ്റ്റാൾ ആവാൻ സാധ്യതയില്ല, എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ സൈൻ ഇൻ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ പെർമിഷൻ ഫോർ സിസ്റ്റം ആപ്പ് അതൊക്കെ കൊടുക്കണം. സ്മാർട്ട് അപ്ഗ്രേഡ് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. പേഴ്സണൽ റെക്കമെൻഡേഷൻ നമുക്ക് ഓഫ് ചെയ്യാം. അതുപോലെ തന്നെ ലോക്ക് സ്ക്രീൻ പോസ്റ്റർ കുഴപ്പമില്ല. TWS ക്വിക്ക് പെയറിങ് ഓക്കെ, നെക്സ്റ്റ് കൊടുക്കാം. ഇനി നമുക്ക് ഗസ്റ്റ് നമ്മുടെ 3 ബട്ടൺ വേണം. 3 ബട്ടൺ കിടക്കട്ടെ. അപ്പോൾ ഫണ്ട ചോയ്സ് നമ്മുടെ റെഡി ആയിട്ടുണ്ട്. യൂസ് നൗ. ഓ, നല്ല ക്വാളിറ്റി ഡിസ്പ്ലേ ആണ് കേട്ടോ. AMOLED ഡിസ്പ്ലേ ആണ്. കൊള്ളാം. ഇത് ശരിക്കും നമ്മുടെ ഹോം സ്ക്രീനും കാര്യങ്ങളൊക്കെ കണ്ടാൽ നമ്മുടെ സെയിം നമ്മുടെ സ്റ്റോക്ക് ആൻഡ്രോയിഡിൻ്റെ ഒരു ലുക്കാണ് നമുക്കിതിന് വരുന്നത്. ഇതിന് ന്യൂ വേർഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ന്യൂ വേർഷനിലായിരിക്കും നമ്മുടെ കുറച്ച് ബഗ് ഫിക്സും അതുപോലെ തന്നെ ഈ ഇവരുടെ കുറച്ച് സംഭവങ്ങളുണ്ട്. നോക്കട്ടെ ബ്ലോട്ട്വെയർസ് എന്തെങ്കിലും ഉണ്ടോയെന്ന്. ബൈജൂസ് വന്നിട്ടുണ്ട്. ബൈജൂസൊക്കെ എടുത്ത് കളയാം. അൺഇൻസ്റ്റോൾ ഉണ്ട് കേട്ടോ, കുഴപ്പമില്ല. ബൈജൂസ് ഉണ്ട്. ഈ ഗെയിം സ്പേസ് ഈ സാധനം കളയാൻ ഭയങ്കര പാടാണ്. അതുപോലെ ഈസി ഷെയർ എന്ന് പറയുന്ന ഒരു ഷെയറിങ് ആപ്പാണ്. അത് പിന്നെ കൊടുക്കട്ടെ. IQQൻ്റെ ആപ്പ് കിടക്കുന്നുണ്ട്. ലിങ്ക്ഡിൻ അതൊക്കെ ആവശ്യമില്ലാത്ത സംഭവമാണ്. പിന്നെ നെറ്റ്ഫ്ലിക്സ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സ്നാപ്ചാറ്റൊക്കെ ഇതൊക്കെ നമുക്ക് അൺഇൻസ്റ്റോൾ ചെയ്ത് കളയട്ടെ. എന്നാലും സ്പോട്ടിഫൈ പിന്നെ കുറച്ച് പേര് കേൾക്കുന്നവരുണ്ടായിരിക്കും. ബാക്കി വേറെ സംഭവങ്ങളൊന്നും കാണാനില്ല കേട്ടോ. വാട്സാപ്പ് ഈ സംഭവം കളയാൻ കുറച്ച് പാടാണ്. നമുക്ക് വേണമെങ്കിൽ
ആപ്പിൽ കയറിയിട്ട് ഡിസേബിൾ ചെയ്ത് കൊടുക്കാൻ നല്ലതാണ്. ഡിസേബിൾ ഓപ്ഷൻ എടുത്ത് കളഞ്ഞേക്ക് അവർ. ഇനി നമുക്കിത് അൺഇൻസ്റ്റാൾ ചെയ്തിപ്പോൾ ഫോഴ്സ് സ്റ്റോപ്പ് കൊടുത്തിട്ടുണ്ട്. ഇതിന് വേറൊരു സംഭവം ഉണ്ട്, നമുക്ക് എന്തായാലും ഇത് നോക്കാം. അപ്പോൾ നമുക്ക് തൽക്കാലം നമ്മുടെ എന്തായാലും ഒരു ബാറ്ററി ഭയങ്കര കുറവാണ്. അപ്പോൾ ഇതിന് നമുക്ക് ന്യൂവർ വേർഷനും അവർ കണ്ടിട്ടുണ്ട്, 3.6 3.51 വേർഷനും വന്നിട്ടുണ്ട്. അപ്പോൾ അതെന്തായാലും അപ്ഡേറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യണം. പക്ഷേ ഇതിൽ നമുക്ക് ചാർജിങ് കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇനീഷ്യൽ ഓവർവ്യൂ നോക്കിയിട്ട് നമുക്ക് ചാർജിനും കാര്യങ്ങളും കുത്തണം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മുടെ ക്യാമറ നോക്കി വെക്കാം. ക്യാമറയിൽ നമുക്ക് പ്രൈവസി അഗ്രിമെൻറ്റ് കൊടുക്കണം. ക്യാമറ കൊള്ളാം, കുഴപ്പമില്ലാത്ത ക്വാളിറ്റി ഉണ്ട് കേട്ടോ ക്യാമറ ഉണ്ടോ. അപ്പോൾ നമുക്ക് ക്യാമറയെ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ക്യാമറയിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. 𝑘𝑄 നല്ല ഷട്ടർ സ്പീഡും ഉണ്ട്. ഇതുണ്ട്. ഇപ്പം നമുക്ക് എന്തായാലും നമുക്ക് നമ്മുടെ സെൽഫി എടുത്ത് നോക്കി നോക്കാം. സെൽഫിയും കുഴപ്പമില്ല കേട്ടോ. നമുക്കിപ്പോൾ അത്യാവശ്യം നമ്മുടെ സ്റ്റുഡിയോ ലൈറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ഓണാക്കിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ലൈറ്റിൻ്റെ ഫേസിംഗ് ആണ് നമുക്ക് സെൽഫിയിൽ വരുന്നത്. എന്നാലും കുഴപ്പമില്ലാണ്ടൊക്കെ അത് നമ്മുടെ എന്താ പറയുക സറൗണ്ടിങ്സും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. ചെറിയ ഒരു ഡാർക്ക്നെസ് നമ്മുടെ ഫേസിൽ വരുന്നുണ്ട്. നമ്മുടെ സ്റ്റുഡിയോ ലൈറ്റ് നമ്മുടെ 200 വാട്ടിൻ്റെ സാധനം മുഖത്തേക്ക് വരുന്നത് അതുകൊണ്ടായിരിക്കണം. പിന്നെ നമുക്കിപ്പോൾ സെയിം ഈ സംഭവങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റി, കുഴപ്പമില്ലാത്ത ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ അടുത്ത് പോകുമ്പോഴും നമുക്ക് ഫോക്കസും കാര്യങ്ങളൊക്കെ ആവുന്നുണ്ട്. കുഴപ്പമില്ലാത്ത ക്വാളിറ്റി നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇതൊരു പെർഫോമൻസ് ഓറിയൻറ്റഡ് ഫോണാണ്. അപ്പോൾ ശരിക്കും ഇത് ബട്ടർ സ്മൂത്താണ്. ഞാൻ ശരിക്കും ഇപ്പോൾ ആക്ച്വലി നമുക്കിപ്പോൾ ഇതെന്തായാലും ലേറ്റസ്റ്റ് ഡിവൈസ് ഒന്നല്ലല്ലോ. അപ്പോൾ നിങ്ങൾ എന്തായാലും കുറേ വീഡിയോസും ഗെയിമിംഗ് വീഡിയോസും നമ്മളെ കണ്ടറിയും. അപ്പോൾ ഈ ടൈമിൽ ഗ്ലോബൽ സെർച്ച് നമുക്ക് വേണ്ട. ഇതിപ്പോൾ നമുക്ക് ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ ഒരു ഓൾമോസ്റ്റ് 26 രൂപയ്ക്ക് നമുക്ക് കയ്യിൽ കിട്ടും. അപ്പോൾ 26 രൂപയ്ക്ക് നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഗെയിമിംഗ് കളിക്കാനാണെങ്കിൽ കണ്ണും പൂട്ടി വാങ്ങിക്കാം. എന്ന് വെച്ചാൽ ഹൈ പെർഫോമൻസ് ഇപ്പോൾ അതിൻ്റെ SoC ആണ് ഇതിലിരിക്കുന്നത്, നമ്മുടെ മീഡിയടെക്കിൻ്റെ ഡയമൻസിറ്റി. അപ്പോൾ നിങ്ങൾക്ക് കണ്ണും പൂട്ടി വാങ്ങിക്കാം. ക്യാമറ പെർഫോമൻസും കൂടി വേണമെന്നുണ്ടെങ്കിൽ ക്യാമറയിൽ പ്രത്യേകിച്ച് അതിന് നമ്മുടെ വൈഡ് ആംഗിൾ ലെൻസിൽ ഇല്ല കേട്ടോ. അതൊരു പോരായ്മയാണ്. അതല്ലാണ്ട് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു ഡിവൈസ് തന്നെയാണ്. പക്ഷേ ഈ റേഞ്ചിൽ നോക്കിക്കഴിഞ്ഞാൽ കേട്ടോ. അപ്പോൾ പ്രത്യേകിച്ച് പെർഫോമൻസ് ഓറിയൻറ്റഡ് റേഞ്ചിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് Iqoo തന്നെ ബെസ്റ്റ്. അതിൻ്റെ വേറെ ഓപ്ഷൻ വേറെ ഇല്ല. പ്രത്യേകിച്ച് 26 രൂപയ്ക്ക് കിട്ടുക എന്ന് പറയുമ്പോൾ ഇത് ആക്ച്വലി ലോഞ്ച് ചെയ്തപ്പോൾ എല്ലാവരും വിചാരിച്ച് 35 രൂപ 32 രൂപയ്ക്ക് ആ റേഞ്ച് വരുന്നത് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അത്രയ്ക്ക് റേഞ്ച് അവർ പോയിട്ടുണ്ടായിരുന്നില്ല. സെയിം നമ്മുടെ Neo 6ൻ്റെ അതേ റേഞ്ച് തന്നെ അവർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് സേഫ്റ്റി ആപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് അക്കൗണ്ട് സൈനിങ്ങൊക്കെ വരുന്നുണ്ട്. അതൊക്കെ നമ്മളിപ്പോൾ ചെയ്യുന്നില്ല. അപ്പോൾ ഇത് ശരിക്കും നമ്മുടെ സ്റ്റോക്ക് അതിനോട് പോലെ തന്നെ ഉണ്ട്. പക്ഷേ ചില 2-3 ആപ്പ് ഒഴിച്ച് ബാക്കിയെല്ലാം സെയിം നമ്മുടെ എന്താ പറയുക സ്റ്റോക്ക് അതിനോട് തന്നെ ഉണ്ട്. നമുക്ക് ജസ്റ്റ് ഒരു ഗെയിം ഒന്ന് ഡൗൺലോഡ് ചെയ്ത് നോക്കി നോക്കാം. അപ്പോൾ നമ്മൾ ആസ്ഫാൾട്ട് 9 നമ്മൾ തൽക്കാലം ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പ്ലേ ഓപ്ഷൻ കൊടുത്ത് നോക്കാം. അപ്പോൾ ലോഡിങ് കാര്യങ്ങളൊക്കെ നോക്കി ഇവർക്ക് കുറച്ച് വിഡ്ജറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അൾട്രാ ഗെയിമിംഗ് മോഡ് എന്ന സംഭവമൊക്കെ ഉണ്ട്. അത് നമുക്ക് ഓണാക്കാം. എഗ്രി. അപ്പോൾ അത് ടർബോ സംഭവങ്ങളൊക്കെ കുറേ സംഭവങ്ങളൊക്കെ ചെയ്യും. അപ്പോൾ ഇത് പ്രൊഫൈൽ ഉണ്ടാക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് തൽക്കാലം ഇപ്പോൾ പ്രൊഫൈലൊന്നും വേണ്ട. അവിടെ നമുക്ക് സൈഡ് സംഭവം ഉണ്ടാവും. ഇവിടെ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടോ ഇവരുടെ കുറേ വിഡ്ജറ്റും കാര്യങ്ങളൊക്കെയാണ്. അത് ശരിക്കും നല്ല ഹെൽപ്ഫുള്ളാണ് ഗെയിം കളിക്കുന്നവർക്കൊക്കെ. ഞാൻ ജസ്റ്റ് ഒന്ന് സൂം ചെയ്യാം. അപ്പോൾ ഞാൻ നമുക്ക് ലോഡിങ്ങും കാര്യങ്ങളൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി നോക്കാം. ഇത് നമ്മൾ ജസ്റ്റ് ഡൗൺലോഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ സോൾഡിൻ്റെ ചെറിയതായിട്ട് ചിലപ്പോൾ അതിൻ്റെ എന്താ പറയുക അഡീഷണൽ ഫയൽസ് ഡൗൺലോഡ് ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞാൽ ഇനീഷ്യൽ ബൂട്ടിങ് അപ്പോൾ നിങ്ങൾ ചെറുതായിട്ട് ചിലപ്പോൾ ലാഗ് ആയിരിക്കാൻ സാധ്യതയെന്ന് വെച്ചാൽ ഇതിൻ്റെ ഇനീഷ്യൽ ഫയൽ ആ ഒരു 3 GB ആ റേഞ്ചിൽ നമുക്ക് വരാറുണ്ട് നോർമലി. അപ്പോൾ അത് ഒന്ന് ഡൗൺലോഡ് ആയിക്കോട്ടെ, എന്നിട്ട് നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ നമുക്കിത് ലോഗിൻ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡൗൺലോഡ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വാലിഡ് ഏജ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു കണക്ട് പ്ലേ കൊടുക്കാം. നല്ല സ്മൂത്താണ് കേട്ടോ. നമുക്ക് പ്ലേ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയണ്ടായിരിക്കും. നല്ല സ്മൂത്താണ്. ഇനീഷ്യലി നമുക്ക് കുറച്ച് അഡീഷണൽ ഫയൽ ഡൗൺലോഡ് ചെയ്ത് കൊണ്ടിട്ടാം. സൗണ്ടും കൊള്ളാം കേട്ടോ. സ്മൂത്തും കൊള്ളാം. ഇതുണ്ട് നമുക്ക് സൗണ്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 70% ആയിട്ടുള്ളൂ. നല്ല സൗണ്ട് ഉണ്ട്. ഞാൻ സൗണ്ട് കുറച്ച് വയ്ക്കുകയാണ്. ഒന്നും കേൾക്കില്ല, നമ്മൾ പറയേണ്ടതൊന്നും കേൾക്കില്ല. അതുകൊണ്ടാണ് ഞാൻ സൗണ്ട് കുറച്ച് വയ്ക്കുകയാണ്. പക്ഷേ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. എനിക്ക് ഇതുമായിട്ട് മൂവിയുടെ ഒരു പ്ലേ കണ്ടപ്പോൾ തന്നെ നല്ല സ്മൂത്താണ്. ശരിക്കും പെർഫോമൻസ് പറയുന്നത് തന്നെയാണ്. അത് പറയാണ്ടിരിക്കാൻ വയ്യ. ഞാനിപ്പോൾ കുറേ കാലമായിട്ട് കളിച്ചിട്ടൊന്നുമില്ല കേട്ടോ. നമ്മൾ കുറേ കാലമായിട്ട് ഗെയിമും കാര്യമൊന്നും കളിക്കാറില്ല. ഡ്രിഫ്റ്റ് ചെയ്യാൻ എന്തോ കാര്യം പറയേണ്ടവർ ഡ്രിഫ്റ്റ് ചെയ്യാൻ അമർത്തി പിടിക്കാൻ വേണ്ടിയുണ്ട്. ഓക്കെ, ടർബോ ഒക്കെ ഉണ്ടാകുന്നല്ലേ. ടർബോ നല്ല സ്മൂത്താണ് കേട്ടോ. നല്ല സ്മൂത്താണ്. രക്ഷയില്ല. കുറേ കാലമായി നമ്മൾ ഗെയിം കളിച്ചിട്ട്. നല്ല സ്മൂത്താണ് കേട്ടോ. രക്ഷയില്ല സ്മൂത്ത്.
ഇനി നമുക്ക് വേറൊരു ഗെയിം കൂടി കളിച്ച് നോക്കിക്കാം. ജസ്റ്റ് ഞാൻ ഇതൊന്ന് ഈ സംഭവം ഒന്ന് കഴിക്കട്ടെ കേട്ടോ. ഇത് നമുക്ക് തിരിക്കാനുള്ളതാണ്. ഓക്കെ ഉണ്ട്. നമ്മൾ ബൂസ്റ്റ് എടുക്കുമ്പോഴൊന്നും ഒരു കുഴപ്പമില്ല, നല്ല സ്മൂത്തായിട്ട് പോകുന്നുണ്ട്. ഡ്രിഫ്റ്റ് ചെയ്യുമ്പോഴും അങ്ങനെ എല്ലാ എന്താ പറയുക ടൈം ഫ്രെയിം മിസ്സാവുക അങ്ങനെ സംഭവമൊന്നും കാണില്ല. സൗണ്ടും കൊള്ളണമെങ്കിൽ സൗണ്ടും ഇഷ്ടപ്പെട്ടു. ഇപ്പോഴൊന്നും ഒരു ലാഗോ ഒരു ടൈം ഫ്രെയിം മിസ്സാകോ ഒന്നും കാണിക്കുന്നില്ല. അപ്പോൾ നമുക്ക് ഇത് ക്ലോസ് ചെയ്യാം. ഇത് ഞാൻ എടുത്തു കളഞ്ഞു. ഇനി നമ്മളൊരു ഗെയിമും കൂടി ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊന്ന് ഇത് നോട്ട് ചെയ്യട്ടെ. ഇനി നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് ഏതായിരുന്നത്? മോഡേൺ കോമ്പാറ്റ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് ഓപ്പൺ ചെയ്യണം. അപ്പോൾ മോഡേൺ കോമ്പാറ്റും ഗെയിം ബ്ലഫിൻ്റെ ഒരു ഗെയിം തന്നെയാണല്ലോ. അപ്പോൾ അതാ നമ്മുടെ ആ ഗെയിം മോഡ് എപ്പോഴും എനേബിൾ ആയിട്ട് വരും. ഇതിൽ നമുക്കിപ്പോൾ ഒരു അഡീഷണൽ ഫയൽ ഡൗൺലോഡ് എല്ലാത്തിനും നമുക്ക് ഇനീഷ്യലി ഒരു ഡൗൺലോഡ് വേണ്ടി വരും. അപ്പോൾ ഇതിൽ ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. അതിപ്പോൾ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് സൗണ്ട് കൂട്ടാം. പ്ലീസ് വൈവിൽ കണ്ടൻറ്റ് ആവും, ഇനിയും ഡൗൺലോഡ് ചെയ്യാനുണ്ട്. അപ്പോൾ ചെറുതായിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ ഡൗൺലോഡിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ സൗണ്ട് കണ്ടു. ഇത് ഞാൻ സൗണ്ട് ഒന്ന് കൂട്ടി കാണിച്ചു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് സൗണ്ടിൻ്റെ മൈക്ക് സ്പീക്കറിൻ്റെയും ക്വാളിറ്റി ഒന്ന് മനസ്സിലാക്കാമല്ലോ. ഇതിപ്പോൾ ഫുൾ സൗണ്ടാണ് കണ്ടത്. ഞാൻ ടച്ച് ചെയ്തു. പ്ലേ ആവുന്ന സ്മൂത്ത്നെസ് ഉണ്ട്, നല്ല സ്മൂത്ത്നെസ് ഉണ്ട് കേട്ടോ. ബിഗിനറാണ്, ഞാൻ കുറേ കാലമായിട്ട് കളിക്കാറുണ്ട്. കുറേ കാലമായിട്ട് നമ്മൾ കളിക്കാറില്ല. ഇത് സൗണ്ടും കൊള്ളാട്ടോ. ഇത് നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. സൗണ്ട് നല്ല പെർഫോമൻസ് ആണ്, ഭയങ്കര സ്മൂത്താണ്. ഇനി ജസ്റ്റ് നമുക്കൊന്ന് നമ്മുടെ സ്പീക്കർ ക്വാളിറ്റി ഒന്ന് നോക്കി നോക്കാം. നിങ്ങൾ എന്തായാലും ഇപ്പോൾ സ്പീക്കർ ക്വാളിറ്റി കേട്ടിട്ടുണ്ട്. നമ്മുടെ യൂട്യൂബിൽ കയറിയിട്ട് നമുക്കൊരു എന്താ പറയുക കോപ്പിറൈറ്റ് മ്യൂസിക് വെച്ച് നോക്കാം. എന്ന് വെച്ചാൽ ഇത് മ്യൂസിക് വെച്ചാൽ കുഴപ്പം എന്താ വെച്ചാൽ നമുക്ക് പണി കിട്ടാറുണ്ട് ഇടയ്ക്കൊക്കെ മ്യൂസിക് വയ്ക്കുമ്പോൾ. അപ്പോൾ ഞാൻ ഒരു കാര്യം ചെയ്യാം, നമ്മുടെ ചാനലിൽ തന്നെ നമുക്ക് തുറന്നു നോക്കാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ചാനലായിട്ടുള്ള 𝘄𝘄𝘄𝗃 എന്ന് അടിച്ചു കൊടുത്താൽ നമുക്ക് ഒരു ചാനൽ കിട്ടും. അപ്പോൾ ഇതിൽ ഇന്നലത്തെ തന്നെ നമുക്ക് നോക്കി നോക്കാം. ഇത് ഞാൻ ഓപ്പൺ ചെയ്തൊക്കെയാണ്. കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോകുന്നത് സിങ്ങിന്റെ ഒരു വെബ് ക്യാമാണ്. നമുക്ക് 1080p റെസൊല്യൂഷനിൽ വർക്ക് ചെയ്യുന്ന ഒരു വെബ് ക്യാമാണ്. ഇൻബിൽഡ് മൈക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഒരു 1000 രൂപയുടെ താഴെ വരുന്ന ഒരു വെബ് ക്യാം എന്ന് വേണമെങ്കിൽ പറയട്ടെ. അതാണ് നമ്മുടെ സിങ്ങിന്റെ ബോക്സ് വരുന്നത്. ഒരു നോർമൽ ആവറേജ്, ഒരു ബിലോ ആവറേജ് ബോക്സ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇതിന്റെ ഡീറ്റെയിൽസ് ആയിട്ട് കുറച്ച് ഒരു ബാക്കിൽ കൊടുത്തിട്ടുണ്ട്. Marketed and supported by Quantum High-Tech Merchandise Private Limited, manufactured by 𝑥𝑂 ടെക്നോളജീസ് ഒരു ഇന്ത്യൻ കമ്പനിയാണ് മാനുഫാക്ചർ ചെയ്യുന്നത്. അതിന്റെ ഭാഗ്യം ചൈനീസ് അല്ല. പിന്നെ നമുക്കിതിന് MRP വരുന്നത് 3000 രൂപയ്ക്കാണ്. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 1000 രൂപയുടെ താഴെ വരുന്നുള്ളൂ. എനിക്ക് തോന്നുന്നു ആമസോണിൽ ഇതിന്റെ പ്രൈസ് പൊട്ടിയാട്ടാ. അപ്പോൾ നമുക്ക് മേടിച്ചു പോകാം. അപ്പോൾ നമ്മൾ നമ്മുടെ വെബ് ക്യാം ഞാൻ കുത്തി കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ വെബ് ക്യാം. അതൊന്ന് കമ്പ്യൂട്ടറിൽ കുത്തി കാണിച്ചു തരാം. അത് പ്ലഗ് ആൻഡ് പ്ലേ ആണ്. അപ്പോൾ ഞാൻ നമ്മുടെ ഇവിടെ സ്പീക്കർ ക്വാളിറ്റിയും കുഴപ്പമില്ല കേട്ടോ, നല്ല ക്വാളിറ്റി ഉണ്ട്. ഇത് ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കറാണ് വരുന്നത്. ഭയങ്കര കിടില്ല എന്ന് പറയില്ല, പക്ഷേ നല്ല ആവറേജ് എബോ ആവറേജ് എന്നൊക്കെ തന്നെ പറയാൻ പറ്റും. എന്താ പറയുക, ബാക്കിയെല്ലാം ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രൈസിന് അത്യാവശ്യം നല്ല ബെസ്റ്റ്, വൺ ഓഫ് ദി ബെസ്റ്റ് ഡിവൈസ് തന്നെ വേണമെങ്കിൽ പറയാം. ആകെയുള്ളത് നമ്മുടെ വൈഡ് ആംഗിൾ ക്യാമറ സപ്പോർട്ട് ഇല്ല എന്നുള്ളൊരു കോൺ മാത്രമായിട്ട് എനിക്ക് തോന്നിയുള്ളൂ. ബാക്കിയെല്ലാം കിടിലാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇതിൻ്റെ നമ്മുടെ iQOO Neo 7ൻ്റെ അൺബോക്സിങ്ങും അതുപോലെ തന്നെ ഒരു ഇനീഷ്യൽ സംഭവം നമ്മളിപ്പോൾ കണ്ടത്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെടുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നമ്മളെല്ലാ കമൻറ്റ് കൊടുക്കുന്നതാണ്. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ കാണാം. ബൈ.